എവിടെ നിന്ന് വന്ന് ചാടി? എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളും. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ? പിന്നെ എനിക്ക് വലിയ സൂക്കടല്ലേ തല്ല് മേടിച്ചു കൂട്ടാൻ. 4 എണ്ണം കൊടുക്കുമ്പോ 3 എണ്ണം കിട്ടുന്നുണ്ടേ. പിന്നെ ഞാൻ വന്നതേ മടത്തിന്ന് അമ്മാമ്മച്ചി 16 തവണയായി ഫോൺ വിളിക്കുന്നേ. ഓവർ ആക്കല്ലേ, 16 തവണ. എന്റെ ഇച്ചായ ഞാൻ പറയുന്നത് സത്യവാ. ഇച്ചായ എന്നതും ഒരു പ്രശ്നമുണ്ട്. ഇച്ചായന്റെ മൊബൈൽ എന്തേ? അതിവിടെ ആഫീസിൽ കാണും. അമ്മാമ്മച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു. ഒന്ന് പോവേണ്ടി വരും. ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ. എങ്കിൽ എന്നെ കൈ കിട്ടിയ തല്ലിക്കൊല്ലും. നീ ഒന്ന് പോ. അപ്പൊ എന്നെ കൊന്നേട്ടോ? നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല. 2 തല്ല് കിട്ടിയാലോ അത് മേടിച്ച് ആനയും കൊണ്ട് പറഞ്ഞു വന്നേക്കണം. ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം. അവളെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. ആ വണ്ടിയിൽ കീങ്ങിതാ. പിന്നെ അമ്മാമ്മച്ചി ക്ലബിലോട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യുന്ന. എടാ ക്ലബ് അല്ല, ക്ലബ്, CLUB ക്ലബ്. ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം. ആ കീങ് തന്നെ ഈ വണ്ടിയിലുണ്ട്. ഓ സർ. യെസ്. ഹലോ, രാജഗോപാൽ സാറല്ലേ? ക്ലബിൽ നിന്ന് കുര്യച്ചനാ. സത്യമാണോടാ? കന്യാസ്ത്രീ മഠമാണ് സാർ. അതെ, പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും. ഞാൻ വിളിച്ചു പറയാം സാർ. ഉവ്വ. ഓക്കെ. ജോണി സർ, താൻ ആ DGPയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി. ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത്. പറഞ്ഞേക്കാം. കിട്ടിയോ? എൻഗേജ്ഡ് ആണ് സർ. ഓ, ഒന്ന് വേഗം വിളിക്കടോ. ഫോൺ അടിക്കുന്നു. അബൂബക്കറാ, രാജഗോപാലിന്റെ. ഹലോ, റിങ്ങുണ്ട് സർ. ഇങ്ങതാ സാർ. ഹലോ. ഇൻഫർമേഷൻ സോളിഡാണ്. ഡേവിഡിന്റെ കസിനാണ് അവിടുത്തെ മദർ സുപ്പീരിയർ. യെസ് സാർ, ഐ ആം ഓൺ മൈ വേ. പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല. യെസ് സാർ. താങ്ക് യു സാർ. പണിയാണ് ചെയ്ത. ഇനി സൂനൊന്ന് വിളിക്കും. ഓ, പരിധിക്ക് പുറത്ത്. ഇവൻ പോയാലും ചെയ്തേ മടത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം. അണ്ണാ സുഖു. എന്തൊക്കെ? എടാ, രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നേര്യമംഗലത്തൊന്ന് നിർത്തിക്കോ. അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്ത് വിട്ടാൽ മതി. സ്ട്രൈറ്റ് റൂട്ട് മാറി മാറി അവനെ ഒന്ന് വട്ടം കിടക്കും. ഒരു കാരണവശാലും പിടികൊടുക്കരുത്. ഏറ്റു ചായ. DKയുടെ വണ്ടി. അബൂബക്കർ, അവനെ പിടിക്കണം. ഒന്ന് വേഗം വിടറോ. ഒന്ന് വേഗം. സർ, അതിനെ പിടിക്കാൻ ഈ അംബാസഡറോ? താൻ സൈഡാക്കി ഒതുക്ക്. എടോ ഒതുക്കാൻ. ഒന്ന് നിർത്തണോ വേണം. മണ ഗുണാന്ന് പറഞ്ഞു മാറിയിരിക്കേ. സർ,
സർ ആ എന്നതാ സാറേ? വണ്ടിയിൽ ഡേവിഡ് ഇല്ല സർ. ഇല്ലേ? ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ? ദേ പറന്നു വരുന്നു. അവൻ ആ പെണ്ണിനെയും പൊക്കി പറക്കുന്നത് കണ്ടോളൂ. അണ്ണോ, എന്നാടാ? റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ. നമസ്കാരം സാർ. ആ ഡേവിഡ് ഉണ്ടോ? ഓ, അകത്തുണ്ട്. വർഗീസ് ഇവിടുന്നില്ലേ? ഓ, ഈശോയെ, ഇതാര്? ഇരുന്നാട്ടെ സാറേ. എന്റെ മോൻ അറുങ്കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞ് എന്റെ വീട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു. അവരുടെ ഒന്നും മുന്നിൽ ഒരു നിമിഷം പോലും പതറാതെ നിന്നവനാ ഞാൻ. ഉള്ളിലെ കരച്ചില് 2 തുള്ളിയായി പുറത്തേക്ക് വന്നത് നിന്റെ മുന്നിലാ. അത് നിന്നോട് അത്ര സ്നേഹമുള്ളതുകൊണ്ടാ, എനിക്ക് ആ വാത്സല്യം ഉള്ളതുകൊണ്ടാ. പിഴയായി പോയ മൂത്ത മോന്റെ സ്ഥാനത്ത് നിന്റെ പോലെ ഒരുത്തനെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നില്ലല്ലോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളവനാ ഞാൻ. ആ എന്നോട് നീ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു ഡേവിഡേ. അന്നമ്മച്ചേച്ചി, ഒരു കാപ്പിയെ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തു വിട്ടെ. പഞ്ചസാര വേണ്ട. സൽക്കാരത്തിനുള്ള സമയമല്ല ഡേവിഡേ. എന്റെ മോനെ കൊന്ന പെങ്കുച്ചിനെ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ? എന്താ നിനക്ക് എന്റെ ഉള്ളിലെ റോള് ഒന്നറിയണം. അതിനാ ഞാൻ വന്നേ. സാറേ, വളരെ സിമ്പിളായ ഒരു ഉത്തരം എനിക്കിതിന് പറയാനുള്ളൂ. സാറിന്റെ മോൻ ബെന്നിയെ കൊന്നത് ആ കൊച്ചല്ല. അത് തീരുമാനിക്കേണ്ടത് പോലീസും കോടതിയല്ല കുഞ്ഞ്. നിന്റെ അപ്പന്റെ സുഹൃത്ത് ഈപ്പച്ചന്റെ മോളാണ് ആ പെണ്ണ്. അതാണ് നിന്റെ ന്യായമെങ്കിൽ ഈപ്പച്ചൻ എന്റെ അളിയനായിരുന്നു. ഈ പറയുന്ന മേൽവിലാസവും കൊമ്പത്തെ ബന്ധുക്കളും ഒന്നും ഇല്ലാത്തൊരു പാവമാണ് അവളെന്ന് വെച്ചാലും ഡേവിഡ് ഈ ചെയ്ത് തന്നെയൊക്കെ ചെയ്യും. ഈ അളിയന്റെ മോളെ കഴിഞ്ഞ 10 വർഷത്തിനിടെ കണ്ടിട്ടുണ്ടോ സാറ്? കണ്ടാൽ തന്നെ അറിയോ അതിനെ? അന്വേഷിച്ചിട്ടുണ്ടോ അത് എവിടെ എങ്ങനെ ജീവിക്കുന്നു? ആ കാപ്പി അങ്ങോട്ട് വിടുവച്ചേ. നീ അവിടെ വന്നേ. സാറേ, ദേ നോക്കേ, ഏതാണ്ട് ഇതേ പ്രായമുള്ളൊരു കൊച്ച്. ഇത് തന്നെയാണെന്ന് വേ. കൂടപ്പിറപ്പുള്ള സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി, അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥ. മുഴുവൻ സ്നേഹം കൊടുത്ത് അവൾ സ്നേഹിച്ച് അവളുടെ കൂട്ടുകാരിയെ പഴുപ്പിച്ച് ചുരുത്തം കൈമലത്തി കാണിച്ച് ചങ്ങ് പോയി. ആ കൊച്ച് ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് ചാടിച്ചത്തു. ഈ ഒരുത്തനെന്ന് പറയുന്നതേ പോൾ സാറിന്റെ പുന്നാരമോൻ ബെന്നിച്ചനാ. അവനെ അങ്ങ് തീർത്തേക്കാവെന്ന് വെച്ചൊരു കൊച്ചു പിച്ചാത്യമായിട്ട് അവൾ ഇറങ്ങുന്നു. അവളെ തന്തയ്ക്ക് പറഞ്ഞ അസല് കോട്ടയം നസ്രാണി പെണ്ണ. അവൾ ആ ഗുണം കാണിക്കും, അത് ചോരയുടെ. പക്ഷെ അവൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് തന്നെ മറ്റാരോ ചെയ്തായിരുന്നു. അതാരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതോ പോട്ടെ, അവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി ചടങ്ങ് തീർക്കാൻ ബന്ധപ്പെടുന്ന പോലീസും അതിന്റെ പിന്നെയും മറഞ്ഞിരുന്ന് ചരട് വിളിക്കുന്ന ആളോ ആളുകളോ അതാരാണെന്ന് ഡേവിഡിന് അറിയണം. അത് നിന്റെ ജോലിയല്ല. നിരപരാധിയാണ് ആ കുട്ടിയെങ്കിൽ അതിന്റെ കൂടെ ദൈവം കാണും. കാണും, ദൈവം കാണും. ദൈവം പക്ഷേ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ചില ആളുകളെ ചുമതല ഏൽപ്പിക്കും. ഈ കേസിൽ പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ഓഫീസറാ ഞാൻ. അധികം നാൾ നീളുകയല്ല, നിനക്ക് കഴിയല്ല അതിനെ മറയത്ത് നിർത്താൻ. ആര് പറഞ്ഞു സാറേ മറയത്താന്ന്? അതിന് ഞാൻ നല്ല വെട്ടത്തല്ലയോ നിർത്തിയിരിക്കുന്നേ. പിന്നെ ശരിയാ, ഒരു ദിവസം ഞാൻ ഹാജരാക്കും. നീതിയും ന്യായവും നടക്കുന്ന എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തും. എടാ ചെറുക്ക, ഈ അവിവേകം കൊണ്ട് നീ സൃഷ്ടിക്കുന്ന ശത്രുവിന്റെ പേര് MC പോൾ എന്നാവുന്നത് നിനക്ക് ദോഷം ചെയ്യും. അതൊരു ബഹുമതിയാ, എനിക്കല്ല. മലങ്കര കോൺഗ്രസിന്റെ മാർപ്പാപ്പ MC പോളിന് അഹങ്കാരത്തോടെ പറയാം, എനിക്കൊരു ശത്രുവുണ്ട്, ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിന്ന്. എനിക്ക് പക്ഷെ മറിച്ചാ തോന്നുന്നത്. ഇച്ചിരി കൂടെ മൂക്കാനുണ്ട് പോൾ സാറേ നിങ്ങൾ.
മോനെ കുത്തിമലത്താൻ പോയവിടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങിച്ചു കുടിച്ചോണ്ട് പോകുന്ന പോക്ക് കണ്ടില്ലയോ?